ചീഫ് സെക്രട്ടറിക്കെതിരെ എൻ പ്രശാന്ത് IAS തന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കേസിൽ ഹിയറിംഗ് നടപടികളുടെ റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും ആദ്യം സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് തീരുമാനം മാറ്റിയതിന്റെ കാരണം അറിയില്ലെന്നും പ്രശാന്ത് പറയുന്നു. വകുപ്പുതല നടപടിയുടെ ഭാഗമായ ഹിയറിംഗിന് ഹാജരാകണമെന്ന് പ്രശാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിച്ചില്ല. എസ് ശാലിനി ചേരുന്നു. ശാലിനി, നമുക്കറിയാം ചീഫ് സെക്രട്ടറിക്കെതിരെ എൻ പ്രശാന്ത് IAS ഇപ്പോൾ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് എത്തിയിരിക്കുന്നത്. ആദ്യം വകുപ്പുതല നടപടികളുടെ ഭാഗമായി ഹിയറിംഗിന് ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എൻ പ്രശാന്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അതിൻ്റെ ഹിയറിംഗ് നടപടികളുടെ റെക്കോർഡിങ്ങും ലൈവ് സ്ട്രീമിങ്ങും വേണമെന്നായിരുന്നു. എന്നാൽ അതിന് സർക്കാർ സമ്മതിച്ചില്ല. കാരണം അത് വകുപ്പുതല നടപടിയുടെ ഭാഗമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തരത്തിലൊരു കാര്യത്തിന് നേരത്തെ സമ്മതം മൂളിയിരുന്നുവെന്നും പിന്നീടാണ് അത് മാറ്റിയതെന്നുമാണ് ഇപ്പോൾ എൻ പ്രശാന്ത് IAS സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഉന്നത മേലുദ്യോഗസ്ഥനെ അടക്കമുള്ളവരെ അധിക്ഷേപിച്ചു നവമാധ്യമങ്ങളിൽ എന്നുള്ള പരാതിയുടെയും ഒപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് IASനെ വകുപ്പുതല നടപടിയുടെ ഭാഗമായി സസ്പെൻഷൻ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് വരുന്ന 16-ാം തീയതി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു ഹിയറിംഗിന് വിളിച്ചിട്ടുള്ളത്. ആ ഹിയറിംഗിന്റെ വിശദാംശങ്ങളും ശബ്ദ ശകലങ്ങളും ഒപ്പം തന്നെ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ പൊതുജനം കാണണം. അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിംഗ് വേണമെന്നുള്ളതായിരുന്നു എൻ പ്രശാന്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഇപ്പോൾ പ്രശാന്ത് പറയുന്നത് പ്രകാരമാണ് എങ്കിൽ 10-ാം തീയതി 10/4/2025 പ്രശാന്തിന് നൽകിയിരുന്ന ഒരു കത്തിൽ ഇത് ശാരദാ മുരളീധരൻ അംഗീകരിച്ചതാണ്, സർക്കാർ അംഗീകരിച്ചതാണ്. പിന്നീട് 11-ാം തീയതി വന്നൊരു കത്തിൽ ഈ ഒരു അംഗീകാരം റദ്ദ് ചെയ്യുന്ന ഒരു നടപടി സർക്കാർ തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് ആദ്യം ഇത് പുറത്തുവിടാമെന്ന് അനുമതി നൽകുകയും പിന്നീട് അത് വേണ്ട എന്നൊരു നിലപാട് സർക്കാർ തന്നെ സ്വീകരിക്കുകയുമായിരുന്നു. താൻ എന്തൊക്കെ പറയുന്നു, എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നടക്കമുള്ള കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തണം, അതിന് ഇത് ലൈവ് സ്ട്രീമിംഗ് നടത്തണം എന്നുള്ളതായിരുന്നു പ്രശാന്ത് മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ വകുപ്പുതല നടപടിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ തിരികെ മറുപടി നൽകിയിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഫേസ്ബുക്കിലൂടെ തുറന്ന പോലിലേക്ക് എൻ പ്രശാന്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാരുമായി ഒരു തുറന്ന യുദ്ധം അത് നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രശാന്ത്. അതിന്റെ ഭാഗമായിട്ടാണ് മേലുദ്യോഗസ്ഥനെ അധിക്ഷേപിക്കുകയും ഇതിന്റെ ഭാഗമായി സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വരികയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഈ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ച പശ്ചാത്തലത്തിൽ അതിന്റെ നിജസ്ഥിതി ശേഖരിക്കാനും അതിന്റെ വിശദാംശങ്ങൾ തേടാനുമായി ചീഫ് സെക്രട്ടറി തന്നെ ഒരു പബ്ലിക് ഹിയറിംഗിന് പ്രശാന്തിനെ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു പബ്ലിക് ഹിയറിംഗ് പൊതുമധ്യത്തിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നുള്ള ആവശ്യം സർക്കാർ നിരസിച്ചതോടെയാണ് ഈ 2 കത്തുകളും പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രശാന്ത് IAS എത്തിയിട്ടുള്ളത്. രോഹിണി. ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.